സിദ്ധു സാർ ഉറങ്ങാൻ വരുന്നില്ലാവോ? ഇത് ഫൈനല് കഴിഞ്ഞിട്ട് ഉറങ്ങാം. ഫൈനല് കഴിഞ്ഞിട്ട് അളിയമെന്ന് ഉറങ്ങുമെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. എന്തായാലും കരഞ്ഞോണ്ട് വരും. പരമ്പര തോറ്റേന്ന് പറഞ്ഞോണ്ട്. അത് നമുക്ക് കാടളിയാ. ശരി ശരി, അളിയൻ തുടങ്ങളിയാ. രണ്ട് 1 2 അവിടെ നില്ലിപ്പ ഞാൻ കാണിച്ചു തരാ. ഞാന് ഒറ്റയടിക്ക് 6 മേളിൽ ചെല്ലുന്നു. അവിടെ 6 1 2 3 4 5 6 7 മേളില്ലു. ശരിക്കും വയ്യെന്ന് കോട്ടെ. വേണ്ട വേണ്ട, കള്ളക്കളി കളിക്കല്ലേ? എവിടെ നാല് 1 2 3 4 ജയിച്ചല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? കയ്യിൽ നിന്ന് മുങ്ങാൻ നോക്കണ്ട. ഒരു ഫുള്ള് കുളിമന്തി. കുഴിമന്തി നാളെ മേടിച്ചരണം. ഉറപ്പായിട്ട് മേടിച്ചു. ഡീലാണ്. മാക്ക് മാറ്റി പറയല്ലേ? അത് മതി. എടാ ഇനിയിപ്പോ കളിക്കണ്ട. രാത്രിയല്ലേ, നല്ല ഉറക്കം വരുന്നു. ഉറങ്ങാം. കിടക്കാം. മൊബൈലും എടുത്തു. ഞാൻ എന്റെ മണ്ട കയറി വന്നു. ഇവിടെ കൊണ്ടല്ലേ വെച്ചേ? ചിലപ്പോ ആത്ത് വല്ല കുത്തിയിട്ടിട്ടുണ്ടാവും. എന്തായാലും പാറിന്റെ ബോർഡ് ഉള്ളതുകൊണ്ട് കുറച്ച് ഉപകാരങ്ങളുണ്ട്. ഇതേപോലെ ലോക്കാണല്ലോടാ. പരിപാടി ചേച്ചി കണ്ടില്ലേ നമ്മളെ പുറത്തുനിന്ന് കളിക്കണേ? അതെ ചേച്ചി ഇവിടെ കിടന്ന് ബേളം വെക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ കിടന്ന് ഉറങ്ങണം. നിനക്കെന്നെ ബോണസ് ആയിട്ട് കിട്ടിയതാണല്ലേ? അയ്യോ ലച്ചുമോളെ, അത് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതല്ലായിരുന്നോ? ആണോ? പക്ഷെ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തേ. സീരിയസ് ആയിട്ട് എടുത്തു. ചേച്ചി എങ്ങനെയാ ചില സമയം ഭയങ്കര സീരിയസാ. ചേച്ചി ഇതിപ്പോ പ്രശ്നം നിങ്ങൾ രണ്ടുപേരും തമ്മിലാണല്ലോ. അതിപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഡോറ് തുറന്നിട്ട് അകത്ത് സമാധാനമായിട്ട് ഇരുന്ന് സംസാരിക്കുക. ഡോറ് തുറക്കൂല. രണ്ടെണ്ണം കൂടെ രാവിലെ എന്നെ അതിന് മാത്രം ഇൻസൾട്ട് ചെയ്തായിരുന്നു. കോംപ്രമൈസ് ചെയ്യാം. കോംപ്രമൈസ് നമുക്ക് നാളെ രാവിലെ ചെയ്യാം. അത് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. തൽക്കാലം മക്കൾ ഒരു കാര്യം ചെയ്യും. കൊതുകിന്റെ കുത്തൊക്കെ കൊണ്ട് അളിയനും പുറത്തങ്ങ് കിടന്ന് ഉറങ്ങിയാ മതി. അയ്യോ ചേച്ചി ചുമ്മാ ചതിക്കല്ലേ ചേച്ചി. അല്ല മുന്നേ ചേച്ചി നടക്കൂല കേശുവേ. എന്റെ പുന്നാര ചേച്ചിയല്ലേ അളിയെന്ന് പിടിച്ചേ. ഞാൻ നേരത്തെ പറഞ്ഞ തമാശ ഞാൻ പറഞ്ഞു. അളിയങ്ങ് മാറങ്ങോട്ട്. ചേച്ചി ഞാൻ ചേച്ചിയുടെ ആരാണ്? അനിയൻ. എന്നാലേ നീ അവന്റെ അളിയനാ, അത് ഓർമ്മ വേണം. സൈഡിൽ നിന്നപ്പോഴേ ഞാൻ ഓർത്ത് ചേച്ചി ആ ഡോറും തുറച്ചു പ്ലീസ് ചേച്ചി, നമ്മളൊന്ന് അകത്ത് കിടന്നോട്ടെ ചേച്ചി. കൊതു ചേച്ചി ഭയങ്കര കൊതുകാണ്. ഡെങ്കി ഉള്ളതാണ്. മലേറിയ ഡെങ്കി കൊതു. ഇത് പടി. കുങ്കുമോ സിന്ദൂരം. നീയേ ഇതാ കേശുവിന്റെ ഇവിടെ അങ്ങ് ചാർത്തിക്കോ. നാളെ രാവിലെ ഞാൻ താലി മേടിച്ചു തരാം. ഏതെങ്കിലും അമ്പലത്തിൽ പോയി അങ്ങ് കെട്ടിയാ മതി. എന്നിട്ട് എന്നെ അങ്ങോട്ട് ഒഴിവാക്ക. ഞാൻ പിന്നെ നിനക്ക് ബോണസ് ആയിട്ട് കിട്ടിയതാണല്ലോ. അയ്യോ ലച്ചു, ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിന്നെ കല്യാണം കഴിച്ച ശേഷമാണ് എന്റെ ജീവിതത്തിൽ അർത്ഥം വന്നത്. സത്യം. അർത്ഥമൊക്കെ നമുക്ക് നാളെ രാവിലെ കണ്ടുപിടിക്കാം. അപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും ഗുഡ് നൈറ്റ്. ഞാൻ സിന്ദൂരം കിട്ടോ? എന്തിന്റെ കേടായിരുന്നു? അതാ ഞാനും അല്ലേക്കിന് എന്തിന്റെ കേടായിരുന്നു. അളിയ കയ്യിലാണെ 10ന്റെ പൈസ എല്ലാം അകത്തായിരിക്കുന്നത്. ഫോണെങ്കിലും ഉണ്ടായിരുന്ന എവിടെയെങ്കിലും റൂം എടുത്ത് താമസിച്ചിട്ട് നാളെ രാവിലെ ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? അല്ലയാ എന്റെ ചേച്ചി ബുദ്ധിമതിയാണ്. ഫുൾ മാസ്റ്റർ പ്ലാൻ.
ഇനിയിപ്പം എന്ത് ചെയ്യും? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പാവിരിക്കുക, കൊതുകടിയും കൊണ്ട് ഇവിടെ എവിടെങ്കിലും കിടക്കുക. അല്ല പിന്നെ എടാ കളിയാ അങ്ങോട്ട് ചൊറിയാൻ പോകുമ്പോ ആലോചിക്കണമായിരുന്നു. കിടക്കല്ലേ? കേടാ കളിയാ അങ്ങോട്ട് ചുമ്മാമീ. അയ്യോ അളിയോ ഓ അളിയോ, പറ കളിയാ. പെങ്ങളെ കിട്ടിയ ശ്രീധര തുക തരുമോ അളിയ? പെങ്ങളെ കിട്ടിയ ശ്രീധര തുക തരുമോ അളിയ? പെങ്ങളെ കിട്ടിയ ശ്രീധര തുക തരുമോ അളിയ? തരില്ല അളിയാ. പെങ്ങളെ കിട്ടിയ സ്ത്രീധന്റെ തുക തരില്ല അളിയ. ഓ പെങ്ങളെ കിട്ടിയ സ്ത്രീധന്റെ തുക തരില്ല അളിയ. പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ. പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ.